മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും പടച്ചവനെ വിശ്വസിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും. ആലോചിച്ച്, കഴിഞ്ഞ കാലത്തെ തെറ്റുകളൊക്കെ പുറത്ത്, നമ്മൾക്ക് പോലും ഓർമ്മ ഉണ്ടാവില്ല ഏതൊക്കെ തെറ്റാ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ചെറുദോഷങ്ങൾ കേട്ടോ, വലിയ പാപങ്ങൾ എന്ന് പറയുന്ന വൻ പാപങ്ങൾക്ക് തൗബ വേണം, നിർബന്ധമാണ്. അശ്ശിർക്കു ബില്ലാ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നത്, സിഹ്ർ ചെയ്യുന്നത്, കള്ളസാക്ഷിത്വം പറയുന്നത്, പലിശ ഇടപാടുകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ വൻപാപങ്ങളിൽ എണ്ണിയതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലാത്തതെല്ലാം അല്ലാഹു തആല ഓരോരോ മൗസുമിൽ ഖൈറാത്ത്, നന്മയുടെ ഓരോരോ സീസൺ കൊണ്ട് അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. നോമ്പെടുക്കുമ്പോൾ പറഞ്ഞു ലൈലത്തുൽ ഖദ്റിൻ്റെ പ്രത്യേക ആ രാവിലെ പ്രാർത്ഥന, അത് ഇൻഷാ അല്ലാഹ് തസ്ബീഹ് നിസ്കാരങ്ങളുണ്ടാവും, ഖുർആൻ പാരായണങ്ങളുണ്ടാവും, ദുആ ഉണ്ടാകും. പിന്നെ പറഞ്ഞു മൻ ഖാമ റമളാൻ, റമളാനിലെ തറാവീഹ്, റമളാനിലെ നിസ്കാരങ്ങൾ, റമളാനിലെ സുന്നത്ത്, റമളാനിലെ തഹജ്ജുദ്, ഖിയാമുൽ ലൈലുകൾ, ഇതൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും അള്ളാഹുവിനിക്ക് പ്രതിഫലം തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ചെയ്തതാണെങ്കിൽ തെറ്റുകൾ പുറത്ത് ഇല്ലേ, പട്ടിണി നടന്നു, ഉറക്കുപോയി, അത്രേ ഉണ്ടാവുള്ളൂ. ഈമാനൻ വഹ്തിസാബൻ.